നമസ്കാരം. വാർത്തകൾ എപ്പോഴും സീരിയസ് ആണ്. കാര്യങ്ങൾ ജനത്തെ അറിയിക്കുക, ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം തിരിച്ചറിയുക എന്നുള്ളതൊക്കെ വാർത്തകളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഭരണമോ അതിനേക്കാൾ വലിയൊരു കാര്യമാണ്. ജനങ്ങളുടെ ക്ഷേമത്തിലേക്ക് പരമാവധി എത്തിക്കുക, അടുത്ത പ്രാവശ്യം വീണ്ടും തങ്ങളെ തന്നെ ജനം തിരഞ്ഞെടുക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ജനായത്ത രാജ്യമായ ഭാരതത്തിലെ ഇലക്ഷനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. വാർത്തകളെ സംബന്ധിച്ചും അത്തരം കാര്യങ്ങളുണ്ട്. വാർത്തകളും ഇലക്ഷനും വളരെ സീരിയസ് കാര്യങ്ങളാവുമ്പോൾ ചില വാർത്തകളും ചില ഇലക്ഷനും നമ്മളെ ഒരു പുഞ്ചിരിയിലേക്ക്, ചിലപ്പോൾ ഒരു പരിഹാസത്തിലേക്കും എത്തിക്കാറുണ്ട്. ഈ കാര്യം, പറയാൻ പോകുന്ന കാര്യം ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി മാത്രം കേൾക്കുക, അതിന് മറ്റർത്ഥങ്ങൾ കൽപ്പിക്കാതിരിക്കുക. ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെ സംബന്ധിച്ച്, ഓൺലൈൻ ചാനലുകളെ സംബന്ധിച്ചുമൊക്കെ നല്ലൊരു ദിവസം പിറന്നിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, UDF അധികാരത്തിലേറുന്നതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് വാർത്തകൾക്ക് ക്ഷാമമില്ല. പത്രലേഖകർക്കായാലും TV ചാനലുകൾക്കായാലും ഓൺലൈൻ മാധ്യമങ്ങൾക്കായാലും വാർത്തകൾക്ക് ക്ഷാമമില്ലാത്തൊരു കാലം. നോക്കിയിരുന്നാൽ മതി, ദിവസവും ധാരാളം വാർത്തകൾ, എണ്ണമറ്റ വാർത്തകൾ എത്തിച്ചു തരാൻ UDF സദാ സന്നദ്ധരാണ്. ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴേ UDFിൽ നിന്ന് വാർത്തകളുടെ കുത്തൊഴുക്കായിരുന്നു. MP-മാർക്ക് MLA-മാരാകണം, MLA-മാർക്ക് പഞ്ചായത്ത് മെമ്പറാകണം, പഞ്ചായത്ത് മെമ്പർക്ക് പറ്റുമെങ്കിൽ അതിന് താഴെ ഏതെങ്കിലും പാർട്ടി ഘടകങ്ങളിലേക്ക് എത്തണം, അതുപോലെ തിരിച്ചു. പറഞ്ഞു വന്നത്, MP-മാർ MLA-മാരാകാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു ദിവസമുണ്ടായിരുന്നു. അത് ഹൈക്കമാൻഡിന്റെ ശക്തമായ ഇടപെടൽ പോലും ഫലിക്കാതെ വന്ന ഒരു പരിഹാസകാലം ഇലക്ഷന് തൊട്ടുമുമ്പ് UDFിനുണ്ടായിരുന്നു. വാർത്താ ചാനലുകളെ സംബന്ധിച്ച് ഒരു വാർത്താകാലം, വാർത്തയുടെ പെരുമഴ. ഡൽഹിയിൽ തങ്ങിയും ഹൈക്കമാൻഡിന്റെ പടിവാതിൽക്കൽ ഉറങ്ങിയുമൊക്കെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും തനിക്ക് MLA ആകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MP-മാർ. ഇന്നലെ ഒരു ഗ്രൂപ്പിൽ കണ്ടയാളിനെ അടുത്ത ദിവസം അടുത്ത ഗ്രൂപ്പിന്റെ പതാകവാഹകനായി കാണുന്നു. ഇന്നലെ ആ ഗ്രൂപ്പിൽ കണ്ടയാളിനെ മൂന്നാമതൊരു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കാണുന്നു. അടുത്ത ദിവസം അയാളെ സ്വന്തമായി നാലാമതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതായി കാണുന്നു. ഗ്രൂപ്പ് സമവാക്യങ്ങൾ എന്നും തമ്മിലടിയുമായി UDF. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതാണ് ചർച്ച. പഴയ പ്രതിപക്ഷ നേതാവ് വേണോ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വേണോ, മത്സരിച്ചയാള് വേണോ, മത്സരിക്കാത്തയാള് വേണോ, മത്സരിക്കാൻ കോപ്പ് കൂട്ടിയയാള് വേണോ, സമ്മർദ്ദം ചെലുത്തിയയാള് മുഖ്യമന്ത്രിയാകണോ? ഇനി ഇതൊന്നുമില്ലാതെ മാറി നിന്ന് പരദൂഷണം പറഞ്ഞയാൾ മുഖ്യമന്ത്രിയാകണോ എന്നുള്ള രീതിയിൽ ഇനി ദിവസങ്ങളോളം മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള പാലം വലിയായിരിക്കും. വാർത്തകൾക്ക് ചാകരക്കാലം. അത് കഴിഞ്ഞാലോ ആർക്കൊക്കെ മന്ത്രിപദം വേണം, ഏതൊക്കെ ഘടകകക്ഷികൾക്ക് എത്രയൊക്കെ വീതിക്കണം. കേരളത്തിൽ ആകെ നിയമിക്കാവുന്ന മന്ത്രിമാരുടെ എണ്ണം 21. എന്നാൽ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 50-ന് മുകളിൽ. എവിടുന്നെടുത്ത് ഈ ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകും? അപ്പോൾ അതിന്റെ പടലപ്പിണക്കങ്ങൾ, ഇനി കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ ഒതുക്കാൻ എന്തൊക്കെ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സാധ്യതകൾ വീതം വയ്ക്കണം എന്നുള്ള ചർച്ചകൾ. മന്ത്രിസഭ രൂപീകരിച്ചാൽ വീണ്ടും പടലപ്പിണക്കങ്ങൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ. വാർത്തകൾക്ക് യാതൊരു ക്ഷാമവുമില്ലാത്ത കാലം. ഒരു മന്ത്രിസഭയായാൽ വെട്ടിപ്പില്ലാതെന്താ, തട്ടിപ്പില്ലാതെന്താ? പിന്നെയോ അനുചര വൃന്ദങ്ങൾക്ക് വീതം വെച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഇതെല്ലാം വാർത്തകൾ, വാർത്തകൾ, വാർത്തകൾ. ഇനി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു, പിന്നെയോ ഉപമുഖ്യമന്ത്രി എന്ന പദം വേണമോ വേണ്ടിയോ എന്നുള്ള ചർച്ചകൾ, അതിനാര് എന്നുള്ള ചർച്ചകൾ, സ്പീക്കർ പദവിക്ക് വേണ്ടുന്ന അടിപിടികൾ. ഇതുവരെ ഉണ്ടായ കോൺഗ്രസ് മന്ത്രിസഭകളെ, UDF മന്ത്രിസഭകളെ നമ്മൾ വ്യക്തമായി നിരീക്ഷണം നടത്തിയാൽ ഒരു കാര്യം മനസ്സിലാവും: ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്നെയാണ് അവർക്ക് തുടർഭരണം ഇതുവരെ നൽകാത്തത്. കാരണം ഒരു ഗ്രൂപ്പിനെ അടുത്ത ഗ്രൂപ്പ് വാലം വലിക്കും. അങ്ങനെ വരുമ്പോൾ എതിരാളി വിജയിക്കും. അങ്ങനെ തന്നെയാണ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും തുടർഭരണം ഇത്രയും കാലം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനിയും അത് സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോഴുള്ള സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമാണ് UDFിനെ അധികാരത്തിലേറ്റിയത്. UDFിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം LDFിനെ അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയെ ഭരണത്തിലേറാതിരിക്കാൻ,
UDF തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിന് കരുത്തുറ്റ നേതൃത്വമായിരിക്കട്ടെ ഭരണത്തിൽ. അല്ലാതെ അഴിമതി കഥകളും നാറിയ സ്ത്രീപീഡന കഥകളും കൊണ്ട് ഈ മുന്നണിയും തകരാതിരിക്കട്ടെ, കഴിഞ്ഞ സർക്കാരിനെ പോലെ ജനം വെറുക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.